നമസ്കാരം. ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ അമേരിക്കയുടെ അന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI തലവനായി ചുമതലയേറ്റിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ സെനറ്റ് അദ്ദേഹത്തിൻ്റെ ഈ അപ്പോയിൻമെൻറ്റിന് കൺഫർമേഷൻ നൽകിയത്. അതിനെ തുടർന്നാണ് അദ്ദേഹം FBI മേധാവിയായി ചുമതലയേറ്റത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും ഒപ്പമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിന് എത്തിയത്. തുടർന്നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇത്ര വലിയ ഒരു സ്ഥാനത്തേക്ക്, ലോകത്തിലെ തന്നെ ഒരു ഉന്നതമായ അന്വേഷണ ഏജൻസിയാണ്, ലോകം അംഗീകരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ഏതാണ്ട് 38,000-ഓളം ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. $11 ബില്യൺ ചെലവാക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. ഈ ലോകോത്തരമായ അന്വേഷണ ഏജൻസിയുടെ മേധാവിയായിട്ടാണ് ഇന്ത്യൻ വംശജൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് വലിയ രീതിയിൽ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. ഈ സ്ഥാനലബ്ധിയെ അദ്ദേഹം എത്രമാത്രം ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം അതിൽ സന്തോഷവാനാണ് എന്ന് തെളിയിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം പിന്നീട് നടത്തിയത്. അതായത് ഒരു സാധാരണ ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന, സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യൻ വംശജനായ യുവാവിന് എത്രമാത്രം, അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു പോസ്റ്റിലേക്ക്, ഇത്ര വലിയ ഒരു പദവിയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത്, അമേരിക്ക എത്രമാത്രം അവസരങ്ങളാണ് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തിനുള്ള സന്തോഷം വെളിവാക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് എല്ലാം വെളിവാക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹം 1980 ജനിച്ച ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 45 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ന്യൂയോർക്കിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബ വേരുകൾ ഗുജറാത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ സംസ്കാരത്തെ, തൻ്റെ ഹിന്ദു സംസ്കാരത്തെ ഇപ്പോഴും മുറുകെ പിടിച്ചു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നലത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതായത് അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം നൽകുന്ന മുഹൂർത്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേരുകൾ ഇപ്പോൾ ഇന്ത്യയിലാണ്, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തെയും അദ്ദേഹത്തിൻ്റെ വേരുകളെയും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെയും അദ്ദേഹം ഇപ്പോഴും ഈ 45-ാം വയസ്സിലും ബഹുമാനിക്കുന്നു എന്നുള്ളത് ഭാരതത്തിനും ഭാരത സംസ്കൃതിക്കും അഭിമാനിക്കാവുന്ന ഒരു ഘടകമാണ്. FBI എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിയാണ്, നിയമനിർവഹണ സമിതിയാണ്. അതിൻ്റെ തലപ്പത്തേക്ക് എന്തുകൊണ്ടാണ് കാഷ് പട്ടേലിനെ പോലുള്ള ഒരാൾ വരണം എന്ന ചോദ്യം പലരും വിമർശകരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും അടിസ്ഥാനമില്ല. കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ടേമിൽ അദ്ദേഹം പ്രതിരോധ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹം പ്രതിരോധ വകുപ്പിൻ്റെ ഉപദേശകനായിരുന്നു. മാത്രമല്ല, കാഷ് പട്ടേൽ അടിസ്ഥാനപരമായി ഒരു നിയമ വിദഗ്ധനാണ്. ക്രിമിനൽ ജസ്റ്റിസിലും നിയമത്തിലും ഒക്കെ, വലിയ അന്താരാഷ്ട്ര നിയമത്തിലുമൊക്കെ നിയമബിരുദം അറിയപ്പെടുന്ന സർവകലാശാലകളിൽ നിന്നും, പ്രശസ്തമായ സർവകലാശാലകളിൽ നിന്നും ബിരുദം കൈക്കലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു നിയമ വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ നിയമനിർവഹണ ഏജൻസിയാണ് FBI. ആ FBI തലപ്പത്തേക്ക് അദ്ദേഹം വരുന്നതിന് ആർക്കും കുറ്റം പറയാനാവില്ല. മാത്രമല്ല, എന്തുകൊണ്ട് കാഷ് പട്ടേലിനെ ഈ FBI തലപ്പത്ത് നിയമിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു ഉത്തരം പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കാഷ് പട്ടേലിന് FBI ഏജൻറ്റുമാർക്കിടയിലുള്ള സ്വീകാര്യത, അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് FBI ഏജൻറ്റുമാർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇത് ട്രംപിന് വളരെ കൃത്യമായി അറിയാം. മാത്രമല്ല, FBI എന്ന അന്വേഷണ ഏജൻസിയെ എങ്ങനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായ പ്ലാന് അത് കാഷ് പട്ടേലിനുണ്ട്. അത് ട്രംപിന് അറിയുകയും ചെയ്യാം. അതുകൂടാതെ ഈ FBI ഏജൻറ്റുമാർക്കിടയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വാധീനം, FBI ഏജൻറ്റുമാരുടെ പിന്തുണ, ഇത് ആണ് അദ്ദേഹത്തെ ഈ ഒരു പദവിയിൽ നിയമിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ഡൊണാൾഡ് ട്രംപും എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ലോകോത്തരമായ അന്വേഷണ ഏജൻസിയായ FBI തലപ്പത്തേക്ക് ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ എത്തിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.